ഹലോ, ഞങ്ങൾ അങ്ങ് തമിഴ്നാട്ടിൽ പോകാൻ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ തമിഴ്നാട്ടിലുള്ള ക്ഷേത്രം മണ്ടയ്ക്കാട്, മിക്കവർക്കും അറിയായിരിക്കും. അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങളിപ്പോൾ യാത്ര ഏകദേശം തിരിച്ചു ഉച്ചയ്ക്കൊരു 2 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ ഇറങ്ങിയത്. നമ്മുടെ ഫാമിലി, കസിൻസ്, മക്കൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ആൻറ്റി, അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. പൂവാർ റൂട്ടാണ് പോകുന്നത്. അത്യാവശ്യം നല്ല ചൂട് ക്ലൈമറ്റൊക്കെ ആയിരുന്നു പോയപ്പോഴത്തേക്ക്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഊരമ്പം എന്നുള്ള സ്ഥലമാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ഫുഡൊക്കെ വെച്ച് കഴിച്ചിട്ട് വരാനുള്ള പ്ലാനാണ്. അങ്ങനെ ഒരു ചടങ്ങുണ്ട് അത്രേ. അവിടെ നിന്ന് തന്നെ മീൻ വാങ്ങി അവിടെ നിന്ന് വെച്ച് കഴിച്ചിട്ട് പോകണം, അങ്ങനെ എന്തോ ഒരു ചടങ്ങുണ്ടെന്ന് കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് കഴിച്ചിട്ട് വരാനുള്ള പ്ലാനാണ്. അങ്ങനെ അവിടെ ഒരു കിസ്സിങ് സീനൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഏകദേശം അവിടെ അവർ സാധനങ്ങളൊക്കെ വാങ്ങാൻ കേട്ടോ. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മീൻകറി, പിന്നെ അരി, അതല്ല ചോറ്, അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ട പ്ലാന്. അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ വീണ്ടും തിരിച്ചല്ല പോവാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞതുപോലെ ഞാൻ രണ്ടുപേരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്നത് അത്യാവശ്യം ബൈപ്പാസ് പണി നടക്കുന്ന റോഡ് വഴിയാണ് കേട്ടോ. ഓഫ് റോഡ് ആ ഒരു പ്രതീതിയായിരുന്നു പോയപ്പോഴത്തേക്കും. തിരിച്ചു വന്നപ്പോഴത്തേക്കും പെട്ടൊരവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കുറച്ച് ദൂരം ഈ ഒരു റോഡ് തന്നെയായിരുന്നു. അങ്ങനെ കടലും കായലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അറ്റ് ലാസ്റ്റ് തമിഴ്നാട് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട് എത്തി കുറച്ച് ഫോട്ടോയൊക്കെ ഇങ്ങനെ റീൽസിന് വേണ്ടിയിട്ടൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചു, ചൂട്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അറ്റ്ലാസ്റ്റ് മണ്ടയ്ക്കാട് എന്നുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ക്ഷേത്രം. വരുമ്പോഴത്തേക്ക് നല്ല തിരക്ക്, ഓവർ തിരക്കെന്നല്ല, എന്നാലും തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ ഇവിടുന്ന് വരുമ്പോഴത്തേക്ക് കുറേ പേരിങ്ങനെ പെട്ടി ഓട്ടോയിലൊക്കെ കേട്ടോ, ഫാമിലി അങ്ങനെയൊക്കെ ആയിട്ട് വരണം. നമ്മുടെ അവിടെ അങ്ങനെ ഇങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ആ ക്ഷേത്രത്തിന് അടുത്തായിട്ട് തന്നെ നമ്മളിപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തു കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് തൊഴാൻ വേണ്ടിയിട്ട് പോവാണ്. വേറെ ലഗേജ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. തൊഴുതിട്ട് വന്നിട്ട് ബാക്കി പരിപാടി നടത്താം. പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പൊങ്കാല കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ആദ്യം തൊഴുതിട്ട് വന്നിട്ട് പൊങ്കാല ഇടണം. അങ്ങനെ ഈ ഒരു മതിൽ കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാലോ, ഒരു തമിഴ്നാട് പ്രതീതി. അങ്ങനെ കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ട് പാർക്കിംഗ് കഴിഞ്ഞിട്ട്. അങ്ങനെ ഏകദേശം ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി അവർ പൊങ്കാല സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം വാങ്ങിയിട്ട് വരുവാണ്. അങ്ങനെ പൊങ്കാല കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ഒരു പെട്ട അവസ്ഥയാണ് കേട്ടോ. ഈ ഒരു കൊച്ച് ഒരു പിന്ന് കേട്ടോ, ഒരു പിന്ന് ഇങ്ങനെ എൻ്റെ ദേഹത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓടുവാണ്. 10 രൂപ ഒരു പിന്ന്. അമ്മ വേണ്ടെന്ന് പറഞ്ഞിട്ടും അതിങ്ങനെ കേൾക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഇതിന് ബിസിനസ് ആയതുകൊണ്ട് എനിക്കെടുത്ത് കൊടുക്കാനും അതിങ്ങനെ കൈ കൊടുക്കുമ്പോഴത്തേക്ക് ഓടുവാണ്, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഓടുവാണ് കേട്ടോ. ഇത് ബിസിനസ് മൈൻഡ് പോലെ എനിക്ക് തോന്നി. അതിങ്ങനെ എടുത്ത് എറിഞ്ഞു കൊടുക്കാനും എനിക്ക് തോന്നുന്നില്ല. ആ കൊച്ചിൻ്റെ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് അത് എന്നെ കൂടെ വാങ്ങിപ്പിച്ചിട്ടേ പറ്റത്തുള്ളൂ. വല്ലാത്തൊരു നമുക്കൊരു ഇറിറ്റേറ്റ് ചെയ്യും കേട്ടോ ചില സമയത്ത്. അങ്ങനെ ഞാൻ പിന്നെ അത് വാങ്ങി, നമുക്ക് ആവശ്യമില്ലെങ്കിലും വാങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ ചെന്ന് കയറിയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊരു തോന്നും. അങ്ങനെ അതൊക്കെ കേട്ട് ഞങ്ങൾ പൂജയ്ക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ ഇതിലാക്കി വെച്ചിട്ടുണ്ട്, പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഓരോരോ പൂജയ്ക്കും ഓരോ ഇതെന്താണെന്ന് തോന്നുന്നു, പൂവ് അങ്ങനെ കാര്യങ്ങൾ, എല്ലാം തേങ്ങ എല്ലാം അതിനകത്തിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 280 രൂപയാണെന്ന് തോന്നുന്നു ഒരു തട്ടം ഇങ്ങനെ വാങ്ങുന്നത് കേട്ടോ. പ്ലാസ്റ്റിക് തട്ടാണ്. അതിൽ വള കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ വാങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്ഷേത്രത്തിൽ വരുന്നതും ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയുന്നതും ഒക്കെ. പ്രത്യേക ഒരു ഇത് കേട്ടോ, ക്യൂരിയോസിറ്റി. അതിങ്ങനെ ആദ്യമായിട്ടൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ അതൊക്കെ വാങ്ങി. പട്ട് ഇങ്ങനെ മറ്റേ ഒരു പൂവുണ്ടല്ലോ, കൊഴുന്ന്, അങ്ങനെ എന്തോ ഒരു സ്മെല്ലുള്ളൊരു പൂവ്. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ ക്ഷേത്രത്തിനകത്ത് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് ദേവിയുടെ അവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടുവേദന, കാലുവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേവിയുടെ നടയിൽ ഇതെങ്ങനെ വാങ്ങിയിട്ടാൽ മതി, മാറും എന്നുള്ള വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ നൂല് തരും നമുക്ക്, എത്ര പേർക്കാണോ വേണ്ടത്. അത് നൂലോ കർച്ചന അങ്ങനെ എന്തൊക്കെയുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലൊരു ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഒരു വൈബാണ് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ കൊടുത്തു, പൂജയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കൊടുത്തിട്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ പ്രധാന വഴിപാടായ മണ്ടപ്പുറ്റ്, പിന്നെ കൈകാല് വേദന എന്നുള്ള കാലോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിയില്ല, അനിയത്തി വാങ്ങി, അതൊക്കെ ഇട്ടു. പിന്നെ ഇത് മക്കളുണ്ടാവാത്തവർക്ക് തൊട്ടിൽ കെട്ടുന്നത്, പിന്നെ നൂലൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ കെട്ടി കേട്ടോ പൂജ കഴിഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങുവാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പൊങ്കാലിടാൻ വേണ്ടി, പൊങ്കാലിട്ട് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കുറച്ച് ടോയ്സ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ നോക്കി. ഇത് കുപ്പിവെള്ളം കേട്ടോ, എന്തോരം കുപ്പിവെള്ളമെന്ന് അറിയാവോ. ഞാൻ പക്ഷെ ഒന്നും മേടിച്ചില്ല, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കാൻ വേണ്ടി കയറിയത്. പിന്നെ ഇത് പൊരി അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് അവിടെ നിന്ന് അത് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. എന്തോ അവരെ എണ്ണ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഒന്നും വാങ്ങിയില്ല, ഫുഡ് കഴിക്കേണ്ട ഒന്നും അവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ പൊങ്കാല ഇടുന്നത് ഇവിടെയാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും, വെള്ളം ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നല്ല രീതിയിൽ അവരെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്നൊരു നാരങ്ങ വെള്ളം പറഞ്ഞു. എനിക്ക് ഞാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ചാൽ അവർ ഷുഗർ നമ്മൾ പ്രത്യേകം എടുത്ത് പറയണോ അത്ര, അല്ലെങ്കിൽ അവർ ഉപ്പായിട്ട് തരുന്നത്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ ഉപ്പിട്ടാണെങ്കിലും.
പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. അടുത്ത് ഇനിയും ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ വേണം പോകാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം പൊങ്കാലയൊക്കെ ഇടുന്ന സൗകര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് സമാധാനമായിട്ട് വന്നിട്ട് പൊങ്കാല കാര്യങ്ങളൊക്കെ ഇടാം. അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഇല്ല കേട്ടോ. ഭയങ്കര ടാസ്ക് ആയിപ്പോയി. അങ്ങനെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഈ അടുത്ത് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊരു വീട്ടിൽ, ഏതോ ഒരു വീട്ടിൽ, അതിന് ക്ഷേത്രത്തിൻ്റെ ഏകദേശം അടുത്തുള്ള വീട്ടിൽ തന്നെ ഫുഡ് വെച്ച് കഴിക്കാൻ വേണ്ടി പോകണ്ട. അവർ പെർമിഷനൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കഴിച്ചോട്ടെ, ഫുഡ് ഉണ്ടായി കഴിച്ചോട്ടെ ഓക്കെ പറഞ്ഞിട്ടുണ്ടാണ്. രാത്രി ഏകദേശം ഒരു 1 മണി 12 മണി അല്ല 12 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 11 മണിയൊക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പാത്രങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഫിഷ് വാങ്ങി കേട്ടോ. നല്ല ഫ്രഷ് മീനായിരുന്നു, നല്ല മീനായിരുന്നു കേട്ടോ. ചൂരയാണ് വാങ്ങിക്കുക, ചൂരയോ അങ്ങനെ എന്തോ ആയിരുന്നു. കുറച്ച് കറി വയ്ക്കാനും കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഏകദേശം പൊരിക്കാനുള്ള കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. 3 അടുപ്പിലായിട്ട് അരി, ഫിഷ് കറി, ഫിഷ് ഫ്രൈ അങ്ങനെ നടക്കുക. ഏകദേശം ഒരു സെക്ഷൻ ഞങ്ങൾ പൊരിച്ച് തട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു മീൻ. അവിടുത്തെ മീനിൻ്റെതാണോ എനിക്കറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീനിന്, നല്ല ഫ്ലേവറായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ വാങ്ങിയപ്പോഴത്തെ മീനിന് വലിയ ഫ്ലേവർ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അരി വരുമ്പോഴത്തേക്ക് ഡൊപ്പി അരിയാണ് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം അതൊക്കെ ആക്കിയപ്പോഴത്തേക്ക് എൻ്റെ കാര്യത്തിലൊരു തീരുമാനം കേട്ടോ. ക്ഷീണിച്ചു, നല്ല രീതിയിൽ ക്ഷീണിച്ചു. ചൂട് പിന്നെ ഈ സാരി എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ചോറ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കൂടുതലായിപ്പോയി, ഇട്ടപ്പോഴത്തേക്ക് ചോറ് നല്ല കൂടുതലായിപ്പോയി കേട്ടോ. ആ മീനിൻ്റെ ഏതോ ഒരു വലിയൊരു മുള്ളെടുത്ത് പായിൽ വെച്ചിട്ട് വിഴുങ്ങാനും തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് മാറി, സാരിയൊക്കെ മാറിയപ്പോഴത്തേക്കും എന്തൊരു ആശ്വാസം എന്നറിയാമോ. പിന്നെ രണ്ടുപേരും കൂടെ കഴിക്കാണ്ടായിരുന്നു, അവരുടെ ആ ഒരു സമയം കേട്ടോ അത്. പിന്നെ ഞങ്ങൾ ഏകദേശം അതൊക്കെ ഒതുക്കണം, മറ്റുള്ളവരുടെ വീടല്ലേ, അപ്പം നമ്മൾ വന്നതുപോലെ അവർക്ക് ഇട്ട് കൊടുക്കണമല്ലോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഒരു വഴിയായി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാം. ഏകദേശം ഒരു 12 മണി 12:30 ഒക്കെ ആയിട്ടുണ്ട്. നല്ല ലേറ്റായി. ആരുടെ വീടാണെന്ന് പോലും അറിയത്തില്ല കേട്ടോ. ആരുടെ വീടാണെന്ന് പോലും അറിയാത്തൊരു വീട്ടിലിങ്ങനെ വന്നിരിക്കുക. അപ്പോൾ അത് രാത്രി 12 മണി തനിച്ച്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി ഒന്നുകൂടെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ നിർത്തി. അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങി കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ വാങ്ങിയില്ല. എനിക്ക് അവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ എണ്ണ കണ്ടപ്പോഴത്തേക്കൊന്നും വാങ്ങാൻ തോന്നിയില്ല. അങ്ങനെ കമ്മൽ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കുഞ്ഞു കമ്മലുകളൊക്കെ വാങ്ങി. അങ്ങനെ പിള്ളേർക്ക് വേണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഇങ്ങനെ കുറേ പരിധിയൊക്കെ ഇങ്ങനെ നടന്നു. ഈ സമയം എന്ന് പറഞ്ഞാൽ ഈ 3 മണി കേട്ടോ. ഈ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഉറങ്ങി നടക്കുവാണ്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 5 മണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെയാണോ ഞങ്ങളുടെ മണ്ടയ്ക്കാട് യാത്ര. അപ്പോൾ നാളെ കാണാം. Bye.